എങ്ങനെയുണ്ട് ഞങ്ങൾ തന്ന ബോംബും മിസൈലും ഒക്കെ? അടിപൊളിയല്ലേ? തകർക്കുമല്ലേ? ആ അതേടാ, നീയൊക്കെ കൊടുത്തിട്ടതില്ലേ കമ്പിത്തിരിയുടെ മത്താപ്പൂവിന്റെ കുറവ് കൂടി ഉണ്ടായുള്ളൂ. അവന്റെ അമ്മൂമ്മയുടെ ബോംബും മിസൈലും നീയും നിന്റെ സാധനങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ ഞങ്ങൾ വിശ്വസിച്ചില്ല. അതിന്റെയാണ് ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കണത്. എല്ലാം കഴിഞ്ഞ് ഇവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടാക്കി ഞങ്ങൾ ആരെങ്കിലും ബാക്കിയുണ്ടാക്കി നിന്നേക്ക് ഒന്ന് കാണുന്നുണ്ട് കേട്ടോടാ ചൈനീസ് വ്യാളി. എന്റെ മാവോ സെറ്റുന്ന് മുത്തപ്പ ചതിച്ചല്ലോ, പണി പാളിയെന്നാ തോന്നണേ. നീ ഇതൊക്കെ എന്നോട് പറഞ്ഞത് നന്നായി. എനിക്ക് മാത്രം ആ പ്രശ്നങ്ങളുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അതങ്ങ് മാറിക്കെത്തി. ഈ വർഷം തുടങ്ങി 3 മാസം കൊണ്ട് തന്നെ ജീവിതം വെറുത്തുപോയി. ഈ വർഷം തീരുമ്പോഴത്തേക്കും ബാക്കി ഉണ്ടാവോ ആവോ. ചേട്ടാ, ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കണ്ടാ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ടീച്ചേഴ്സിനെയും പേടിയില്ല, മാതാപിതാക്കളെയും പേടിയില്ല. അത് ശരിയാ. പണ്ടൊക്കെ സ്കൂളിൽ PTA മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അമ്മ വരും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് അച്ഛനെങ്ങാനും വന്നെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ഓടിയാലോ എന്ന് വരെ തോന്നിപ്പോകും. അത്ര പേടിയായിരുന്നു. സത്യം, കാലം പോയൊരു പോക്കേ. നീ ഇതെന്തോന്നി ഫോണിൽ ചെയ്തോണ്ടിരിക്കണേ? കുറെ നേരമല്ലേ അതിൽ നോക്കിയിരിക്കണേ? മദേഴ്സ് ഡേ അല്ലേ, മദേഴ്സ് ഡേക്ക് പറ്റിയ സ്റ്റാറ്റസ് വാട്സപ്പ് ഇടയിരുന്നു. അതിനകത്ത് കാണാനായിട്ട് നിന്റെ അമ്മയ്ക്ക് വാട്സപ്പിലല്ല. അമ്മ കണ്ടില്ലെങ്കിൽ നാട്ടുകാർ കാണുമല്ലോ. നമ്മുടെ കാറെ ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. പക്ഷെ എന്തൊക്കെയാണ് കംപ്ലൈന്റ് എന്ന് എനിക്കൊരു ധാരണയില്ല. അതാണ് പ്രശ്നം. അതിനെ ഒരു വഴിയുണ്ട്. നമ്മുടെ കാറില്ലേ, അത് വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുക. അപ്പൊ അത് മേടിക്കാനായിട്ട് കുറെ ആൾക്കാർ വരില്ലേ, അപ്പൊ അവര് ഓടിച്ചു നോക്കിയിട്ട് എന്തൊക്കെയാണ് കംപ്ലൈന്റ് എന്ന് നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷം കൊണ്ടുവന്ന് സർവീസ് ചെയ്താൽ മതി. ആ, അത് കൊള്ളാം, നല്ല ഐഡിയ. ചേട്ടൻ പ്രിയ വാര്യരുടെ ഇന്റർവ്യൂ കണ്ടായിരുന്നാ? അതിലേ അവളുടെ ചെറുപ്പത്തിലേ അവളുടെ അമ്മ അവളെ കയ്യിൽ നിന്നേ ലവ് ലെറ്റർ ഒക്കെ പിടിച്ചിട്ടുണ്ടെന്ന്. അതാണ് എത്ര വലിയ കാര്യം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കയ്യിൽ നിന്ന് അവരുടെ അമ്മമാര് പിടിക്കുന്നത് MDMA കഞ്ചാവൊക്കെയാണ്. അപ്പോഴാണ് അവളുടെ ഒരു തൊലിഞ്ഞ ലവ് ലെറ്റർ. സമയം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. പക്ഷെ അതൊന്നും ആവശ്യ സമയത്ത് മാത്രം പഠിപ്പിക്കില്ല എന്ന് മാത്രം. ജീവിതം മുഴുവൻ നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു. ചെറുപ്പത്തിൽ അമ്പിളിമാമനെ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് ചോറ് തെറ്റിച്ച് ആദ്യം പറ്റിച്ചു. ടീച്ചർമാര് തല്ലില്ല എന്ന് പറഞ്ഞ് പറ്റിച്ച് സ്കൂളിൽ കൊണ്ട് ചേർത്തു. ബൂസ്റ്റ് കഴിച്ചാൽ പൊക്കം വയ്ക്കും എന്ന് പറഞ്ഞ് പാല് കുടിപ്പിച്ചു. കമ്പ്യൂട്ടർ പഠിച്ച് പാസ്സായാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ഇല്ലാത്ത കാശ് മുടക്കി കമ്പ്യൂട്ടർ പഠിപ്പിച്ചു. കല്യാണം കഴിച്ചാൽ നല്ല ഭാവി ഉണ്ടാകും എന്ന് പറഞ്ഞ് കല്യാണവും കഴിപ്പിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ഇനി ആകെ ബാക്കിയുള്ളത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് മാത്രമാണ്. അതുകൂടി കിട്ടിയില്ലെങ്കിൽ ജീവിതം മുഴുവൻ പറ്റിപ്പായിരുന്നു എന്ന് പറയേണ്ടി വരും. ടീച്ചർ മോനെ തല്ലിയോ? ടീച്ചർ എന്ത് ചോദ്യം മോനോട് ചോദിച്ചേ? എന്നിട്ട് മോനെന്താ പറഞ്ഞേ?